നമ്മൾ കാണിക്കാൻ പോകുന്നത് മട്ടുപ്പാവിൽ നമ്മൾ ഈ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് കോവൽ വള്ളി നടുന്നത് എന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നല്ല മൂത്ത വള്ളി നോക്കിയിട്ട് ഒരു 12 ഇഞ്ച് നീളത്തിൽ ഒരു കമ്പ് എടുക്കുക. ആ കമ്പ് എടുത്തിട്ട് ഇതുപോലെ വളം ചേർത്തിട്ടുള്ള മണ്ണും ഉള്ള ആ ഇതിൽ പാത്രത്തിൽ നമ്മൾ നടന്നു 3 മാസം അങ്ങനെയല്ല 1 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ ഇതുപോലെ കിളിർപ്പൊക്കെ വന്ന് നല്ല രീതിയിൽ കിളിർപ്പൊക്കെ വന്ന് 3 മാസം കൊണ്ടത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ കായകളുണ്ടാവണം. 3 മാസത്തിനുള്ളിൽ നമുക്ക് ഇതുപോലെ കായകളുണ്ടാവണം. പക്ഷേ ഈ കോവയ്ക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കോവയ്ക്ക ഒരു വിറ്റാമിൻ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് കോവൽ എന്ന സാധനം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇത് പുരാണങ്ങളിലും ഈ കോവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പറയവിറ്റ പന്തിരുകുലം എന്ന് പറഞ്ഞിട്ടുള്ള പുരാണത്തിൽ കോവയ്ക്ക ഒരു മുഖ്യമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ മാത്രമല്ല, കോവയ്ക്കയിൽ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്. ബി പി ഉള്ള ആൾക്കാർക്കും ബി പി ഇല്ലാത്ത ആൾക്കാർക്കും ഷുഗറുള്ള ആൾക്കാർക്കും ഈ സാധനം കഴിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ ഒരു 3 ബഡ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഫാമിലിക്ക് ഒരാഴ്ചയിൽ 2 പ്രാവശ്യം കോവയ്ക്ക കറി വയ്ക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, കോവയ്ക്ക് നല്ല മാർക്കറ്റും ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കുന്നത് ജൈവവളം മാത്രം ഉപയോഗിച്ചാൽ എന്താ ഗുണച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഫലം കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഓണക്കാലം 1 മാസം കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഇതാണ് വരുന്നത്. നല്ല കായകൾ കിട്ടും. മെയിനായിട്ട് വേണ്ടത് നല്ല വേനൽക്കാലത്ത് ഇതിനെ നനച്ചു കൊടുക്കണം. പിന്നെ മഴ ഇല്ലാത്ത സമയത്ത് നമുക്ക് കുറച്ച് ദിവസം നനച്ചു കൊടുക്കണം. ഒരു 3 മാസം ഒരാഴ്ചയിൽ നമുക്ക് 3 പ്രാവശ്യം ഈ സാധനം വെള്ളം എടുക്കാൻ പറ്റും. പിന്നെ ഇതുകൊണ്ട് പലതരത്തിലുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റും, കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റും. അതിനെല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു പച്ചക്കറി സാധനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുറച്ച് 1 സ്ക്വയർ ഫീറ്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുക. ഓക്കെ, താങ്ക് യു.